ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധൂസ് ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ കുറച്ച് കുക്കിംഗ് ടിപ്സുമായാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ എല്ലാം ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നല്ലൊരു ചായയിൽ നിന്നാണ്. അപ്പോൾ ചായ പെർഫെക്റ്റായി ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നന്നായി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വാഷ് ചെയ്ത് വെച്ച കപ്പിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്കോ ആയിരിക്കും ചായ ഒഴിക്കുന്നത്. അപ്പോൾ ചായ ഒഴിച്ചു കഴിഞ്ഞ് പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് ലഭിക്കണമെന്നില്ല. കാരണം അല്പമെങ്കിലും ഒരു വെള്ളത്തിൻ്റെ അംശം ആ കപ്പിൽ ഉണ്ടാകും. അതിനായി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ചായ ഒഴിക്കാൻ പോകുന്ന കപ്പിലേക്ക് ഒരു 3-4 സ്പൂൺ ചായ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കപ്പിലെല്ലാം നന്നായി ചുറ്റിച്ചു കൊടുക്കുക. ആ ചായ എല്ലാം ചുറ്റിച്ചതിന് ശേഷം അത് കപ്പിൽ നിന്നും മാറ്റിക്കളയുക. ഇതിന് ശേഷം നമ്മൾ കുടിക്കാനുള്ള ചായ നമ്മുടെ ഗ്ലാസ്സിലേക്ക് നന്നായി പതിപ്പിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പോൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ മെത്തേഡ് ചെയ്യുമ്പോൾ ചായയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഇത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ്, കൊറിയൻഡർ ലീഫ് കേടുകൂടാതെ ദീർഘനാൾ എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതിൻ്റെ ടിപ്പാണ്. അതിനായി ഫസ്റ്റ് നമ്മൾ കൊറിയൻഡർ ലീഫ് കഴുകി വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം ഫ്രീസറിലെ ഐസ് ക്യൂബ്സിൻ്റെ ട്രേ എടുക്കുക. ട്രേ എടുത്ത് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരുന്ന കൊറിയൻഡർ ലീവ്സ് എല്ലാം ഈ ട്രേയിലേക്ക് ഓരോരോ സ്ക്വയറിലേക്കായി മാറ്റി കൊടുക്കുക. നെക്സ്റ്റ്, ഇതിലേക്കെല്ലാം വെള്ളം നിറയ്ക്കുക. ഓരോ സ്ക്വയറിലും നല്ലവണ്ണം വെള്ളം നിറയ്ക്കുക. ഇലയെല്ലാം വെള്ളത്തിൽ നന്നായി താഴ്ന്നിരിക്കണം. നന്നായി ഇറക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ട്രേ എടുത്ത് ഫ്രീസറിൽ വെക്കാം. ഈ ഒരു മെത്തേഡിൽ മല്ലിയില നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ ഓരോരോ ക്യൂബ്സായി നമുക്കെടുത്ത് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഫിഷ് നല്ല ഫ്രഷായി തന്നെ കേടുകൂടാതെ എങ്ങനെ കുറച്ച് ദിവസം സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതിൻ്റെ ടിപ്പാണ്. അതിനായി നമ്മൾ ഫസ്റ്റ് ഫിഷ് എല്ലാം നല്ല വൃത്തിയായി കഴുകിയെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ ദിവസം യൂസ് ചെയ്യേണ്ട ഫിഷ് ഓരോരോ സെറ്റാക്കി മാറ്റി വെക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സെറ്റ് ഫിഷാണുള്ളത്. അപ്പോൾ ഞാൻ അത് വെച്ചുള്ള വീഡിയോ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഫിഷ് വെക്കാനുള്ള ഒരു കണ്ടെയ്നർ എടുക്കുക. ഇവിടെ ഞാനിപ്പോൾ യോഗേർട്ടിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തീർന്ന കോക്കനട്ടിൻ്റെ ബോക്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കണ്ടെയ്നറാണോ യൂസ് ചെയ്യുന്നത് അതെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടിന്നോ ബോക്സോ എന്തിലേക്കാണെന്ന് വെച്ചാൽ ഫിഷ് ഇട്ട് കൊടുക്കുക. ബോക്സിൻ്റെ ഫുള്ള് വരെ ഫിഷ് ഇടാൻ പാടില്ല, ഒരു 1/4 ഭാഗം വരെ ഇടുക. അതിനുശേഷം ടിന്നിലേക്ക് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഫിഷിന് മേലെ നിൽക്കത്തക്ക പോലെ നോർമൽ വാട്ടർ ഒഴിച്ച് ഇതുപോലെ ആക്കി വെക്കുക. നെക്സ്റ്റ്, കണ്ടെയ്നറിൻ്റെ അടപ്പടക്കിയ ടിന്ന് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം. ആവശ്യമുള്ളപ്പോൾ ഓരോരോ ബോക്സിലെ ഫിഷ് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മെത്തേഡിൽ ഫിഷ് വളരെയധികം ദിവസം നമുക്ക് ഫ്രഷായി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഇത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്